friends, welcome back to my channel Angels Classroom. അപ്പോൾ നമ്മൾ ഇന്ന് SSLC Maths Chapter 2 Circles അതിലെ എല്ലാ കൺസ്ട്രക്ഷൻസുമുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഇന്ന് ഞാൻ എല്ലാ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് നോട്ട്ബുക്കിലാണ്. നിങ്ങളെപ്പോലെ തന്നെ നോട്ട്ബുക്കിലാണ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും മെഷർമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും ബുക്കിലാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇത് ആദ്യത്തെ കൺസ്ട്രക്ഷൻ ആണ്. ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് 5 cm. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ഇറ്റ്സ് വെർട്ടീസസ് ഓൺ ദി സർക്കിൾ ആൻഡ് ഹാവിങ് ആംഗിൾസ് 30 degree 70 degree. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 5 cm റേഡിയസ് വരുന്ന ഒരു സർക്കിൾ വരയ്ക്കണം. എന്നിട്ട് ആ സർക്കിളിൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസും ആ സർക്കിളിൽ തന്നെ ആയിരിക്കണം. അതുപോലെ ആ ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് 30 degree 70 degree ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റേഡിയസ് എത്രയാണോ ആ റേഡിയസ് എടുത്ത് ആ സർക്കിൾ വരയ്ക്കണം. റേഡിയസ് ഇവിടെ 5 cm ആണ്. ഓക്കെ, അപ്പോൾ 5 cm സ്കെയിലിൽ കോമ്പസ് കൊണ്ട് മെഷർ ചെയ്യണം. എന്നിട്ട് അത് വരയ്ക്കണം. ഇനി ഈ സർക്കിളിൽ സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു റേഡിയസ് ഒന്ന് വരയ്ക്കുക. ഇനി നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്നത് ഒരു കോൺസെപ്റ്റ് അനുസരിച്ചാണ്. ആ കോൺസെപ്റ്റ് നമ്മൾ പാർട്ട് 1 ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഒന്നും കൂടി ഒന്ന് പറയാം. ദി ആംഗിൾ മെയ്ഡ് ബൈ എനി ആർക്ക് ഓഫ് എ സർക്കിൾ ഓൺ ദി ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദി ആംഗിൾ മെയ്ഡ് അറ്റ് ദി സെൻറ്റർ. ഒരു സർക്കിളിൻ്റെ ഒരു ആർക്ക് അതിൻ്റെ എതിർവശത്തെ ആർക്കുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് അതേ ആർക്ക് ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആർക്കിൻ്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടാവണം ഈ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് 30 degree 70 degree ആണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ വേണം. 30 degree 70 degree ആണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ വേണം നമ്മൾ സെൻറ്ററിൽ എടുക്കാനായിട്ട്. 30 degree ഡബിൾ 60 degree 70 ഡിഗ്രിയുടെ ഡബിൾ 140 degree ആണ്. ഓക്കെ, ഞാനിവിടെ സെൻറ്ററിൽ 60 ഡിഗ്രിയാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രൊട്ടാക്ടർ യൂസ് ചെയ്ത് 60 degree സെൻറ്ററിൽ മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ പോയിൻറ്റും സെൻറ്റർ പോയിൻറ്റും കൂടി യോജിപ്പിക്കണം. ഇനി അടുത്തത് മാർക്ക് ചെയ്യേണ്ടത് എത്രയാണ്? 140 ഡിഗ്രിയാണ് മാർക്ക് ചെയ്യേണ്ടത്. അത് മാർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ വരച്ച വരയിൽ വെച്ചുകൊണ്ട് വേണം അടുത്ത 140 ഡിഗ്രി പ്രൊട്ടാക്ടറിൽ മാർക്ക് ചെയ്ത് യോജിപ്പിക്കാൻ. ഓക്കെ, ഇപ്പോൾ നമുക്ക് സർക്കിളിൽ കിട്ടിയ ആ 3 പോയിൻറ്റ്സും യോജിപ്പിക്കണം. അതുപോലെ സ്കെയിൽ യൂസ് ചെയ്ത് ആ 3 പോയിൻറ്റ്സും ഇതുപോലെ യോജിപ്പിക്കണം. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി ശ്രദ്ധിക്കുക, സെൻറ്ററിൽ നമ്മൾ ആദ്യം സെൻറ്ററിൽ എടുത്തത് 60 ഡിഗ്രി ആയിരുന്നു അല്ലേ? 60 ഡിഗ്രി ആയിരുന്നു. എങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് 60 ഡിഗ്രിയുടെ ഹാഫ് ആയിരിക്കും 30 ഡിഗ്രി അല്ലേ? ഇനി ഇവിടെ എടുത്തത് 140 ഡിഗ്രി ആയിരുന്നു. മെഷർ ചെയ്ത് എടുത്തത് 140 ഡിഗ്രി ആയിരുന്നു. എങ്കിൽ ഈ ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന 140 ആണെങ്കിൽ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 140 ഡിഗ്രിയുടെ ഹാഫ് ആയിരിക്കും 70 ഡിഗ്രി. ഓക്കെ, രണ്ടാമത്തെ കൺസ്ട്രക്ഷൻ നോക്കാം. കൺസ്ട്രക്ട് എ സ്ക്വയർ ഓഫ് ഏരിയ 12 cm സ്ക്വയർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മളൊരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. PA × PB = PC സ്ക്വയർ. ഇവിടെ PAയും PBയും നമുക്ക് എടുക്കേണ്ട മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് 4 cm 3 cm ആണ്. അതായത് ഈ PA × PB ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടണം. അപ്പോൾ ഇവിടെ 12 കിട്ടാനായിട്ട് 1 × 12 12 കിട്ടും, 2 × 6 12 കിട്ടും, 3 × 4 12 കിട്ടും. പക്ഷേ നമ്മളിവിടെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 3ഉം 4ഉം ആണ്. സോ PA എന്ന് പറയുന്നത് 4ഉം PB എന്ന് പറയുന്നത് 3ഉം എടുക്കാം. അപ്പോൾ ആദ്യം സ്കെയിൽ യൂസ് ചെയ്ത് 4 cm 3 cm അതായത് ടോട്ടൽ 7 cm വരയ്ക്കാം.
ഇനി 4 സെൻറ്റിമീറ്റർ മാറ്റി ഒരു പോയിൻ്റ് ഇടാം. അവിടെ പി എന്ന് കൊടുക്കാം. പി എ ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. പി ബി ഇത് 3 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് എ ബി എന്ന് പറയുന്നത് ഒരു ഡയമീറ്റർ ആക്കി ഒരു സെമി സർക്കിൾ വരയ്ക്കണം. അപ്പോൾ ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് കാണണം. നോക്കാം. ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 3.5 ആണ് അല്ലേ? അപ്പോൾ ഈ പോയിന്റിൽ നിന്നും എ ബി എന്ന് പറയുന്നത് ഒരു ഡയമീറ്റർ ആക്കി ഒരു സെമി സർക്കിൾ വരയ്ക്കണം. ഇനി ഈ പിയിൽ നിന്നും മുകളിലോട്ട് 90 ഡിഗ്രി ആംഗിളിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വരയ്ക്കണം. ഞാനിവിടെ മെഷർ ചെയ്യുവാണ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ പിയിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ഈ സെമി സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ് സി എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ശരിയായില്ലേ? പി എ ഇൻറ്റു പി ബി, അതായത് 4 × 3 എത്ര കിട്ടും? 12. അപ്പോൾ പി സി എന്ന് പറയുന്നത് √12 എന്ന് എഴുതാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു സ്ക്വയർ ഓഫ് ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ വരയ്ക്കാനാണ്. നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ √12 അല്ലെങ്കിൽ √18 വരുന്ന ലൈൻസ് ഒക്കെ വരയ്ക്കാൻ പറയും. അന്നേരം ഇതുപോലെ ചെയ്യുക. ഇവിടെ സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞതുകൊണ്ട് സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. സോ പി സി എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ ഒരു സൈഡായി കൺസിഡർ ചെയ്യണം. അതായത് പി സിയുടെ ഈ മെഷർമെൻറ്റ് യൂസ് ചെയ്ത് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, ഈ പോയിൻ്റ് കിട്ടും. ഇനി ഈ പോയിന്റിൽ നിന്നും പി സിയുടെ മെഷർമെൻറ്റ് തന്നെ യൂസ് ചെയ്ത് ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കണം. ഇനി ഇത് ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ സ്ക്വയറിനെ ഞാൻ നെയിം കൊടുക്കുകയാണ്. PCDE എന്ന സ്ക്വയർ എല്ലാ സൈഡും √12 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, മൂന്നാമത്തെ കൺസ്ട്രക്ഷൻ നോക്കാം. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഓഫ് ദി സെയിം ഏരിയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. ആ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് 5 സെൻറ്റിമീറ്ററും ഹൈറ്റ് 3 സെൻറ്റിമീറ്ററും ആയിരിക്കണം. ഇനി ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? L × B ചെയ്താൽ മതി. L × B ചെയ്താൽ മതി. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 5ഉം ഹൈറ്റ് 3 ആണ്. ഓക്കെ, അപ്പോൾ 5 × 3 15. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് √15 വരുന്ന ഒരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് ആ ലൈൻ ഒരു സ്ക്വയറിൻ്റെ സൈഡായി കൺസിഡർ ചെയ്ത് ഒരു സ്ക്വയറും വരച്ചാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ റെക്റ്റാങ്കിൾ വരയ്ക്കാം. ആദ്യം 5 സെൻറ്റിമീറ്റർ വരയ്ക്കണം.
ഇനി ഒരു പ്രൊട്ടാക്ടർ എടുത്ത് 90 ഡിഗ്രി മാർക്ക് ചെയ്യണം. അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പെർപെൻഡിക്കുലറായിട്ട് നമുക്ക് കിട്ടാനായിട്ടാണ്. ഒരു റെക്റ്റാങ്കിളാണല്ലോ വരയ്ക്കുന്നത്. അപ്പോൾ സ്കെയിലെടുത്ത് ആ 90 ഡിഗ്രി മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും ആ ലൈനിലോട്ട് വരയ്ക്കണം. ഇവിടെ 3 സെൻറ്റിമീറ്റർ മേളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ബാക്കിയെല്ലാം മായ്ച്ച് കളയണം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇനി AP എന്ന ലൈൻ 3 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യണം. സ്കെയിൽ യൂസ് ചെയ്ത് 3 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇനി ആ എക്സ്റ്റെൻഡ് ചെയ്തത് ഇവിടെ B എന്നിടാം. ഓക്കെ, ഇവിടെ 3 സെൻറ്റിമീറ്ററാണ് എക്സ്റ്റെൻഡ് ചെയ്തത്. ഇനി AB എന്ന് പറയുന്നത് ഒരു ഡയമീറ്ററായി കൺസിഡർ ചെയ്ത് ഒരു സെമി സർക്കിൾ വരയ്ക്കണം. അതായത് AB എന്ന ലൈനിൻ്റെ മിഡ് പോയിൻ്റ് കണ്ട് അവിടെ കോമ്പസ് കുത്തി ഒരു സെമി സർക്കിൾ വരയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ, അപ്പോൾ ടോട്ടൽ 8 സെൻറ്റിമീറ്റർ ഉണ്ട്. 8 സെൻറ്റിമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് 4 ആണ്. 4 വെച്ചു. ഇനി ഇത് ഒരു സെമി സർക്കിൾ വരയ്ക്കാം. ഓക്കെ, വരച്ചു. ഇപ്പോൾ ഒരു സെമി സർക്കിൾ വരച്ചു. ഇനി ഈ ലൈൻ, അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത്, ഈ ബ്രെഡ്ത്ത് ഈ സെമി സർക്കിളിൽ മുട്ടുന്നത് വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി PC എന്ന് പറഞ്ഞ ഈ ലൈൻ ഒരു സ്ക്വയറിൻ്റെ സൈഡായി കൺസിഡർ ചെയ്ത് ഇവിടെ ഒരു സ്ക്വയർ വരയ്ക്കാം. ഇപ്പോൾ PA × PB = PC സ്ക്വയർ. അപ്പോൾ 5 × 3 15 ആണ്. അപ്പോൾ PC എന്ന് പറയുന്നത് √15 ആണ്. ഓക്കെ, നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചാണ് വരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി കോമ്പസ് യൂസ് ചെയ്ത് PCയുടെ ലെങ്ത്ത് മെഷർ ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കണം. എന്നിട്ട് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് മുട്ടിക്കണം. ഓക്കെ, ഇനി ഈ പോയിൻ്റ്, ഇപ്പോൾ കിട്ടിയ ഈ പോയിന്റിൽ നിന്നും PCയുടെ മെഷർമെൻ്റ് എടുത്ത് ഒരാർക്കും കൂടി വരച്ച് ഈ കിട്ടിയ പോയിന്റിൽ നിന്നും Cയിലോട്ട് വരയ്ക്കണം, ഇങ്ങോട്ടും വരയ്ക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. സോ ഈ റെക്റ്റാങ്കിളിൻ്റെ അതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ നമ്മളിവിടെ കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തത് PA × PB = PC സ്ക്വയർ എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്താണ്. ഓക്കെ, ഇനി അടുത്ത കൺസ്ട്രക്ഷൻ നോക്കാം. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 6 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ. ഡ്രോ എ അനദർ റെക്റ്റാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത് വിഡ്ത്ത് 7 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ പറഞ്ഞേക്കുവാണ്. എന്താണ്? അതെ, ഒരു റെക്റ്റാങ്കിൾ 6 സെൻറ്റിമീറ്ററും വിഡ്ത്ത്, അതായത് ലെങ്ത്തും 2 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. എന്നിട്ട് ആ റെക്റ്റാങ്കിളിൻ്റെ അതേ ഏരിയ ഉള്ള വേറൊരു റെക്റ്റാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യണം. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്തായിരിക്കണം? പുതിയതായി കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ സെയിം ഏരിയ ആയിരിക്കണം. അതുപോലെ ഒരു സൈഡ്, അതായത് ലെങ്ത്ത് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്ററും ആയിരിക്കണം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 6 സെൻറ്റിമീറ്റർ വിഡ്ത്ത്
2 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ഈ റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിൾ വരച്ചു. ഇവിടെ പി, ഇവിടെ എ എന്ന് കൊടുക്കാം. എ പി എന്ന് പറഞ്ഞ ലൈൻ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, എ പി എന്ന് പറഞ്ഞ ലൈൻ 2 സെൻറ്റിമീറ്റർ ആയിട്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്താണ് ഇത് അല്ലേ, 2 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഇത് നമുക്ക് നേരെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. താഴോട്ട് ഒരു 7 സെൻറ്റിമീറ്റർ ആയിട്ട് വേണം എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും 7 സെൻറ്റിമീറ്റർ താഴോട്ട് വരയ്ക്കണം. ഇവിടെ ബി എന്ന് കൊടുക്കാം, ഇവിടെ പി ആണ്. ഓക്കെ, ഇനി ഈ ബിയിൽ നിന്നും ഇപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്തിയ ആ പോയിന്റിലേക്ക് ഒരു വര വരയ്ക്കണം. അവിടെ സി എന്ന് കൊടുക്കാം. ഇനി എയിൽ നിന്നും ആ സിയിലോട്ട് ഒരു വര വരയ്ക്കണം. ഇനി ഈ സി ബിക്ക് മോർ ദാൻ ഹാഫ് എടുത്ത് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കണം? ആദ്യം കോമ്പസ് യൂസ് ചെയ്ത് സി എന്ന പോയിന്റിൽ കുത്തി മോർ ദാൻ ഹാഫ് എടുത്ത് ഇതുപോലെ 2 ആർക്സ് വരയ്ക്കണം. എന്നിട്ട് ബിയിലും കുത്തി കോമ്പസ് കുത്തി ആ ആർക്കിനെ കട്ട് ചെയ്യണം. ഓക്കെ, ആ ആർക്കിനെ ബിയിലും കുത്തി കട്ട് ചെയ്യണം. ഇനി ഇപ്പോൾ കിട്ടിയ ഈ 2 പോയിൻ്റ് ഉണ്ടല്ലോ, ഈ 2 പോയിൻറ്റ്സും ഒരു സ്കെയിൽ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യണം. കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തും കൊടുത്തോ. ഇനി ഇതുപോലെ സി കുത്തി 2 വശത്തേക്കും 2 ആർക്സ് വരയ്ക്കണം. ഇനി എയിലും കുത്തി ആ വരച്ച ആർക്കിനെ കട്ട് ചെയ്യണം. ഇവിടെ കുറച്ച് തെറ്റിപ്പോയി. സി കുത്തി ഇവിടെ ആയിരുന്നു വരയ്ക്കേണ്ടത്. കുറച്ചും കൂടി നിങ്ങൾ ആ ആർക്ക് കുറച്ചും കൂടി വലുതായിട്ട് വരയ്ക്കണം. ഇപ്പോൾ കിട്ടിയ ഈ 2 പോയിൻറ്റ്സും തമ്മിൽ സ്കെയിൽ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യണം. ഇപ്പോൾ ഇവിടെ എ സിയുടെയും ബി സിയുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് തമ്മിൽ കൂട്ടിമുട്ടി ഒരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഈ പോയിൻ്റ് ഒരു സർക്കിളിൻ്റെ സെൻറ്ററായി കൺസിഡർ ചെയ്ത് ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പോൾ കോമ്പസ് കുത്തി എയിലോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് നോക്കി ഒരു സർക്കിൾ വരയ്ക്കണം. ഇപ്പോൾ സർക്കിൾ വരച്ചു. ഓക്കെ, ഇനി ഇവിടെ ഈ റെക്റ്റാങ്കിളുടെ ബ്രെഡ്ത്തും ഈ സർക്കിളും കൂടി കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ് കണ്ടില്ലേ? അപ്പോൾ കോമ്പസ് യൂസ് ചെയ്ത് പിയിൽ കുത്തി ആ പോയിൻറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. എന്നിട്ട് പി ബി എന്ന ലൈനിൽ ആ ഡിസ്റ്റൻസ് ഒരു ആർക്ക് വരച്ച് മാർക്ക് ചെയ്യണം. ഇനി ആ പോയിന്റിൽ നിന്നും താഴോട്ട് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ആ ആർക്കിൽ നിന്നും താഴോട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കണം. അതിന് പ്രൊട്ടാക്ടർ യൂസ് ചെയ്ത് 90 ഡിഗ്രി മാർക്ക് ചെയ്യണം. എന്നിട്ടൊരു സ്കെയിൽ യൂസ് ചെയ്ത് ആ ആർക്കും ആ പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കണം. ഓക്കെ, അത് കൃത്യം 7 സെൻറ്റിമീറ്റർ ആയിരിക്കണം. കാരണം നമ്മൾ ഇപ്പോൾ വരയ്ക്കുന്നത് അനദർ റെക്റ്റാങ്കിൾ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ റെക്റ്റാങ്കിളാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ഇനി ബ്രെഡ്ത്തും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുക. സിയിലോട്ട് ഇ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പി ഇ എഫ് സി എന്ന ഒരു റെക്റ്റാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിൾ 6 സെൻറ്റിമീറ്റർ ലെങ്ത്തും 2 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആയിട്ട് സെയിമാണ്. ഈ 2 റെക്റ്റാങ്കിൾസിൻ്റെയും ഏരിയ സെയിമാണ്. മാത്രമല്ല ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നതും 7 സെൻറ്റിമീറ്ററാണ് അല്ലേ? പി സി എന്ന് പറയുന്നത് എത്രയാണ്? 7 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ഈ കൺസ്ട്രക്ഷൻ ചെയ്തത് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്താണ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റത്തെ കൺസ്ട്രക്ഷൻ നോക്കാം.
ഇത് വളരെ റെയർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് √8 cm. Construct a square with this line as its diagonal. Calculate its area. ഇവിടെ പറഞ്ഞിരിക്കുന്നത് √8 cm ഉള്ള ഒരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് ആ ലൈൻ ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. ആ സ്ക്വയറിൻ്റെ ഏരിയയും കാണണം. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഇതുപോലെ തന്നെ √8 cm അല്ലെങ്കിൽ √12 cm ഒക്കെ വരയ്ക്കാൻ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ √8 cm ഉള്ള നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ √8 cm ഉള്ള ലൈൻ വരയ്ക്കാം. അതിന് നമുക്ക് എടുക്കേണ്ട മെഷർമെൻറ്റ് 4 2. ഓക്കെ, PA എന്നുള്ളത് 4 cm PB എന്ന് പറയുന്നത് 2 cm എടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 4 + 2 6 കിട്ടും. അപ്പോൾ 6 cm വരയ്ക്കുക. അതിൽ 4 cm മാറ്റി ഒരു പോയിന്റ് ഇടുക. അത് P. ആ പോയിന്റ് P, ഇത് A, ഇത് B. ഇവിടെ 4 cm, ഇവിടെ 2 cm. ഇനി AB എന്ന ലൈൻ ഡയമീറ്ററായി കൺസിഡർ ചെയ്ത് ഒരു സെമി സർക്കിൾ വരയ്ക്കണം. അതിന് ABയുടെ മിഡ് പോയിന്റ് കാണണം. AB എന്ന് പറയുന്നത് 6 cm, മിഡ് പോയിന്റ് എന്ന് പറയുന്നത് അത് എത്രയാണ്? 3. മിഡ് പോയിന്റ് 3 ആണ്. ഓക്കെ, ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു. ഇനി Pയിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ഈ സർക്കിളിൽ മുട്ടുന്നവരെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. നിങ്ങൾക്ക് ഒരു പ്രൊട്ടാക്ടർ യൂസ് ചെയ്ത് വരയ്ക്കാം. 90 വെച്ച് വരച്ചു. ഇനി ഇവിടെ C എന്ന് കൊടുക്കാം. ഇനി PC എന്ന ലൈനിൻ്റെ PC എന്ന് പറഞ്ഞ ലൈൻ എത്രയാണ്? √8 cm ആണ്. പക്ഷേ √8 cm എന്ന് പറയുന്നത് ഒരു സ്ക്വയറിൻ്റെ സൈഡല്ല, അത് ഡയഗണൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. PC എന്ന ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരയ്ക്കാം. അതിന് ½ എടുത്ത് ഇവിടെയും ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെയും ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെ ഒരു പോയിന്റ് എടുത്ത് ഇവിടെയും കട്ട് ചെയ്യുക. ഇവിടെയും കട്ട് ചെയ്യുക. ഇനി ഇപ്പം കിട്ടിയ ഈ 2 പോയിന്റ്സും കൂടി ജോയിൻ ചെയ്തൊരു വര വരയ്ക്കണം. ഇത് PC എന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ബൈസെക്ടറാണ്. ഇനി എന്ത് ചെയ്യണം? ഇനി ഞാൻ എന്താ ഇവിടെ കിട്ടിയ ഇത് ഈ പോയിന്റ് O ആയിട്ട് എടുക്കും. OCയുടെ ലെങ്ത് എടുക്കണം. OCയുടെ ലെങ്ത് എടുത്ത് ഇവിടെയും അതുപോലെ ഇവിടെയും ഒരു ആർക്ക് കട്ട് ചെയ്യണം. ഈ കിട്ടിയ ഈ പോയിന്റും ഇതും കൂടി ജോയിൻ ചെയ്യിക്കുക. ഈ കിട്ടിയ പോയിന്റും ഇവിടെയും കൂടെ ജോയിൻ ചെയ്യിക്കുക. ഈ പോയിന്റും ഇങ്ങോട്ടും ജോയിൻ ചെയ്യുക. ഇത്
ഇങ്ങോട്ടും ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ കിട്ടി. ഇവിടെ ഞാൻ ക്യൂ, ഇവിടെ ഇ എന്ന് കൊടുക്കുകയാണ്. അതായത് QPEC എന്ന സ്ക്വയറിൻ്റെ ഡയഗണലാണ് PC. ഓക്കെ, ഇവിടെ OCയുടെ ലെങ്ത് എടുത്ത് ഇവിടെ ആർക്ക് കട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ബൈസെക്ട്സ് ഈച്ച് അതർ അല്ലേ. ആ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ OCയുടെ ലെങ്ത് എടുത്ത് ഇവിടെ ഒരു ആർക്കും ഇവിടെ ഒരു ആർക്കും കട്ട് ചെയ്ത് വരച്ച് ഇങ്ങനൊരു സ്ക്വയർ വരച്ചത്. ഇപ്പോൾ ഈ ചോദ്യത്തിൽ പറഞ്ഞ പോലെ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ എന്നും ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏരിയ കാണാനായിട്ട് ഏരിയ ഓഫ് സ്ക്വയർ കാണാൻ സൈഡ് ഇൻറ്റു സൈഡാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ആ സ്ക്വയറിൻ്റെ ഒരു വശത്തെ ലെങ്ത്ത് നോക്കണം. എനിക്ക് കിട്ടിയത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ കാണാനായിട്ട് സൈഡ് ഇൻറ്റു സൈഡ്, അതായത് 2 × 2 ചെയ്യുക. അപ്പോൾ 4 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും.